എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. നമ്മുടെ ബേസിക് സയൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ഏതാണ്? കീപ്പിംഗ് ഡിസീസസ് അറ്റ് ബേ, അഥവാ അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതാണ് ആ ടോപ്പിക് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഏതാണ്? ഹൈജീനിക് ഹാബിറ്റ്സ് അഥവാ ശുചിത്വശീലങ്ങൾ. ശുചിത്വശീലങ്ങളെ കുറിച്ചാണ് നമ്മളിതാ ഇന്ന് ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോണത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പക്ഷേ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ എല്ലാവരും ശുചിത്വശീലങ്ങൾ നിങ്ങൾ പാലിക്കാറുണ്ടോ? നിങ്ങൾക്ക് ഏതൊക്കെ ശുചിത്വശീലങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയാം? അതൊക്കെ ഒന്ന് പറഞ്ഞേ എല്ലാവരും. ഏതൊക്കെയാണ് ശുചിത്വശീലങ്ങൾ? ഏതൊക്കെയാണ്? യെസ്, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ശുചിത്വശീലങ്ങൾ, അതൊക്കെ നിങ്ങൾ പാലിക്കാറുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. എന്താണ് ആദ്യത്തെ? എന്താ നോക്കിക്കേ, നമ്മുടെ അപ്പു. ഈ കുട്ടിയുടെ പേര് അപ്പു എന്നാണ് കേട്ടോ. അപ്പോൾ അപ്പു പറയുന്നത് എന്താണ്? ഐ വാഷ് മൈ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. ഞാൻ ഭക്ഷണത്തിന് മുമ്പും പിമ്പും കൈ കഴുകാറുണ്ട്. അതാണ് ഒന്നാമത്തെ ശുചിത്വശീലം പറയുന്നത്. നിങ്ങൾ എല്ലാവരും ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടോ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണത്തിന് ശേഷവും നിങ്ങൾ കൈ കഴുകാറുണ്ടോ? ഉണ്ടോ? നിങ്ങളിപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് വരികയായിരിക്കും. അമ്മ എന്തെങ്കിലും ഭക്ഷണം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ കയറി അതെടുത്ത് കഴിക്കാറാണോ? കൈ കഴുകണല്ലേ, കാരണം നമ്മുടെ കയ്യിലൊക്കെ കുറേ കീടാണുക്കൾ ഉണ്ടാവും. നമ്മൾ കളിച്ചിട്ടും സ്കൂളിലൊക്കെ പോയി വരുന്ന സമയത്ത് ഒരുപാട് കീടാണുക്കൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈയൊക്കെ നന്നായി സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. കഴിച്ച് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? കൈ നന്നായിട്ട് കഴുകണം. മിസ്സിൻ്റെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ? യെസ്, ഓക്കെ. ഇനി രണ്ടാമത്തെ എന്താ നോക്കിക്കേ. രണ്ടാമത്തെ നമ്മുടെ അമ്മുക്കുട്ടിയാണ് പറയണത് കേട്ടോ. അമ്മുക്കുട്ടി പറയാണ്, ഐ കട്ട് നെയിൽസ് വൺസ് എ വീക്ക്. ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ നഖം മുറിക്കാറുണ്ട്. നിങ്ങൾ എല്ലാവരും ചെയ്യാറുണ്ടോ? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ 2 കൈയിലെ നഖങ്ങൾ മുറിക്കാറുണ്ടോ? മുറിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ നഖത്തിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ മണ്ണിലൊക്കെ കളിക്കുന്ന സമയത്ത് മണ്ണൊക്കെ ഇരുന്ന് അതിൽ ബാക്ടീരിയാസ് ഒക്കെ വന്ന് നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ അകത്ത് പോയി നിങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരും അല്ലേ. അപ്പോൾ അതിനൊന്നും ഇടവരുത്തരുത്. എല്ലാവരും എന്ത് ചെയ്യുക? ആഴ്ചയിൽ ഒരിക്കലൊക്കെ നഖം വളരുമ്പോൾ എന്ത് ചെയ്യുക? വെട്ടിക്കൊടുത്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക കേട്ടോ. അല്ലാണ്ട് പ്രേതങ്ങളെ പോലെ ഒന്നും ഇങ്ങനെ നഖം നീട്ടി വളർത്തിയിട്ടൊന്നും ആരും നടക്കരുത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഐ കട്ട് നെയിൽസ് വൺസ് എ വീക്ക് എന്നാണ് നമ്മുടെ അമ്മുക്കുട്ടി പറയണത്. ആഴ്ചയിൽ ഒരിക്കൽ എന്ത് ചെയ്യണം? നഖം മുറിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്താ നോക്കിക്കേ. നമ്മുടെ വീണ്ടും അപ്പു പറയാണ്, ഇൻ ദ കിച്ചൺ ഐ ഹെൽപ്പ് മൈ മദർ ടു കീപ് ദ ഫുഡ് കവേർഡ്. അടുക്കളയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ മൂടി വെക്കാൻ ഞാൻ അമ്മയെ സഹായിക്കാറുണ്ട്. നിങ്ങൾ സഹായിക്കാറുണ്ടോ? ഇതുപോലെ സഹായിക്കാറുണ്ടോ? നമ്മുടെ അടുക്കളയിൽ അമ്മ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊക്കെ ഇങ്ങനെ തുറന്ന് വെക്കാൻ പാടുണ്ടോ? ഇല്ല. അതിൽ നമ്മുടെ ഈച്ചയും അതേപോലെ എന്തെങ്കിലും പ്രാണികളൊക്കെ വന്നിരിക്കാനുള്ള സാധ്യത കൂടുതലാണല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? അമ്മ ഉണ്ടാക്കിയ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ മൂടി വെക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അമ്മയെ സഹായിക്കണം. അമ്മ എന്തായാലും മൂടി വെക്കുന്നുണ്ടാവും, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും കൂടെ അമ്മേനെ ഒന്ന് സഹായിക്കുക. അതേപോലെ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലും അത് എപ്പോഴും എന്ത് ചെയ്യണം? അടച്ചു വെക്കണം, തുറന്ന് വെക്കരുത്. തുറന്ന് വെച്ച ആഹാരങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? അടച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്ത എന്താ നോക്കിക്കേ. നമ്മുടെ അമ്മുക്കുട്ടി പറയാണ്, ഐ ഗോ ടു ബെഡ് അറ്റ് നൈറ്റ് ഓൺലി ആഫ്റ്റർ ബ്രഷിങ് മൈ ടീത്ത്. രാത്രി പല്ല് തേച്ച ശേഷമേ ഞാൻ ഉറങ്ങാറുള്ളൂ. നിങ്ങളും അങ്ങനെയാണോ? എത്ര പേരുണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പല്ല് തേക്കുന്ന? എത്ര ആളുകളുണ്ട്? നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? നിങ്ങളൊക്കെ മിടുക്കന്മാരാണല്ലേ. നമ്മളൊരു ദിവസം 2 തവണ ബ്രഷ് ചെയ്യണം എന്നാണ് പറയുക. ബ്രഷ് ട്വൈസ് ഇൻ എ ഡേ എന്നാണ് പറയുക. നമ്മളൊരു ദിവസത്തിൽ രാവിലെ ഉണർന്നു കഴിഞ്ഞാലും രാത്രി കിടക്കുന്നതിന് മുമ്പും ഉറങ്ങുന്നതിന് മുമ്പും നമ്മൾ എന്ത് ചെയ്യണം? ബ്രഷ് ചെയ്യണം എന്നാണ് പറയണത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ ഭക്ഷണം പോയിരിക്കുന്നുണ്ടാവില്ലേ. നമ്മൾ നന്നായിട്ട് വായൊന്നും കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ അത് അവിടെ അങ്ങനെയാ ഇരുന്ന് രാത്രി ആകുമ്പോൾ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ബാക്ടീരിയാസൊക്കെ വന്ന് ആ ഭക്ഷണത്തിന് എന്താക്കി മാറ്റും? ആസിഡാക്കി മാറ്റി നമ്മുടെ പല്ല് ചീത്തയാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പല്ല് തേക്കണം, ബ്രഷ് ചെയ്യണം. അപ്പൊ അതൊരു ശീലമാക്കി മാറ്റുക. നല്ല ശീലമാണ്. ബ്രഷ് ട്വൈസ് ഇൻ എ ഡേ. ദിവസത്തിൽ 2 തവണ നിർബന്ധമായും എന്ത് ചെയ്യണം? ബ്രഷ് ചെയ്യണം. മനസ്സിലായോ? ഇനി അടുത്ത എന്താ നോക്കിക്കേ. ഐ നെവർ വിയർ ഡേർട്ടി ക്ലോത്ത്സ്. അഴുക്കുള്ള വസ്ത്രങ്ങൾ ഞാൻ ധരിക്കാറില്ല. നിങ്ങൾ ധരിക്കാറുണ്ടോ? ചെളിയായ വസ്ത്രങ്ങൾ, അഴുക്കായ വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കാറുണ്ടോ മക്കളെ? ഇല്ല അല്ലേ. നമ്മളെല്ലാവരും നല്ല കുട്ടികളാണ്. നമ്മൾ നല്ല അലക്കി അയേൺ ചെയ്ത നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളെ നമ്മൾ ധരിക്കാറുള്ളൂ. അങ്ങനെ വേണം എല്ലാവരും ധരിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്? അഴുക്കുള്ള വസ്ത്രങ്ങളിൽ നിന്ന് എന്തെങ്കിലും കീടാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. രോഗങ്ങൾ പടരാനുള്ള സാധ്യത കൂടുതലാണ്.
അപ്പം എല്ലാവരും എന്ത് ചെയ്യണം? നന്നായി അലക്കി വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ യൂണിഫോമൊക്കെ അലക്കി വൃത്തിയുള്ള യൂണിഫോമൊക്കെ ഇട്ടിട്ട് വേണം എല്ലാവരും സ്കൂളിൽ പോകാൻ. അടുത്ത് നോക്കിക്കോളൂ. ഐ നെവർ ഈറ്റ് അൺകവേർഡ് ഫുഡ് സോൾഡ് ഇൻ ദ സ്ട്രീറ്റ്. നമ്മുടെ അമ്മുക്കുട്ടി എന്താ പറയണത്? വഴിവക്കിൽ തുറന്നു വെച്ച് വിൽക്കുന്ന പലഹാരങ്ങൾ ഞാൻ കഴിക്കാറില്ല. നിങ്ങൾ കഴിക്കാറുണ്ടോ? നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കുറേ ആളുകൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വിൽക്കുന്നതൊക്കെ കാണാറുണ്ടല്ലേ? അപ്പം എന്താണ്, അതൊന്നും അടച്ചു വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. വീട്ടിലാണെങ്കിൽ നമ്മൾ അതൊക്കെ അടച്ചു വെക്കും. പക്ഷേ റോഡ് സൈഡിലുള്ള ആളുകളൊന്നും അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? കുറേ പൊടിയൊക്കെ നമ്മുടെ റോഡ് സൈഡ് ആകുമ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ പുകയും പൊടിയും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മുടേതാ ഇങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉണ്ടാവും. പിന്നെ അത് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന സമയത്ത് അതൊക്കെ നമ്മുടെ വയറിൽ എത്തുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ റോഡ് സൈഡിലും തെരുവുകളിലൊന്നും തുറന്ന് വെച്ച് ഉണ്ടാക്കുന്ന ആഹാരങ്ങളൊന്നും എന്ത് ചെയ്യരുത്? വാങ്ങിച്ച് കഴിക്കരുത്. നിങ്ങൾക്ക് വയറുവേദന പോലുള്ള പല അസുഖങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അടച്ചു വെച്ചിട്ടുള്ള നല്ല ശുദ്ധമായ ആഹാരങ്ങൾ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന കണ്ണിക്കണ്ട ഭക്ഷണങ്ങളൊന്നും വാങ്ങിച്ച് കഴിച്ച് ആരും എന്ത് ചെയ്യരുത്? വയറ് ചീത്തയാക്കരുത്. അപ്പം നമ്മുടെ ശുചിത്വശീലത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. എന്ത് ചെയ്യരുത്? റോഡ് സൈഡിലുള്ള തുറന്നു വെച്ച ഭക്ഷണങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കരുത്. ഓക്കെ, അടുത്ത എന്താ നോക്കിക്കേ. നമ്മുടെ അപ്പു പറയുന്നത് ഐ വാഷ് മൈ ഹാൻഡ് വിത്ത് സോപ്പ് ആഫ്റ്റർ ഗോയിങ് ടു ദ ടോയ്ലറ്റ്. ടോയ്ലറ്റിൽ പോയ ശേഷം ഞാൻ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാറുണ്ട് എന്നാണ് പറയണത്. നിങ്ങളൊക്കെ അത് ചെയ്യാറുണ്ടോ? ഇനി ആരെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ അതൊരു ശീലമാക്കി മാറ്റുക. എന്താണ്? ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ സോപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ഈ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ നന്നായിട്ട് കൈയൊക്കെ വാഷ് ചെയ്തിട്ട് വേണം വരാൻ. ഓക്കെ, അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ടോയ്ലറ്റിൽ പോയതിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് കൈ നന്നായിട്ട് വാഷ് ചെയ്യുക. അടുത്ത നോക്കൂ. നമ്മുടെ അമ്മുക്കുട്ടി പറയുന്നു ഐ നെവർ ഈറ്റ് ഫ്രൂട്ട്സ് വിത്തൗട്ട് വാഷിംഗ് ദം പ്രോപ്പർലി. പഴങ്ങൾ കഴുകാതെ ഞാൻ ഒരിക്കലും കഴിക്കാറില്ല എന്നാണ് പറയണത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്ത് ചെയ്യുക? കടയിൽ നിന്ന് വാങ്ങുന്ന പഴങ്ങളാണല്ലേ? കടയിലൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുന്ന പഴങ്ങളായിരിക്കും, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ ലോറിയിലൊക്കെ കയറ്റി വരുന്ന പഴങ്ങളായിരിക്കും. അപ്പോൾ അത് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് ഇങ്ങനെ കടിച്ച് തിന്നാൻ പാടുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് നമ്മളത് നന്നായി കഴുകണം. അല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടൊക്കെ നമ്മൾ കഴുകണം. അതിൽ കുറേ കീടനാശിനികളും കീടാണുക്കളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടി നന്നായിട്ട് ചൂടുവെള്ളത്തിലും ഉപ്പുവെള്ളത്തിലും മഞ്ഞൾപ്പൊടി വെള്ളത്തിലും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം, ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? പഴങ്ങളൊക്കെ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. പഴങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. പക്ഷേ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? കഴിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം നമ്മൾ സ്വന്തമായി നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണല്ലേ? എല്ലാ കുട്ടികളും, മിസ്സിൻ്റെ കുട്ടികളെല്ലാവരും ഇത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടാവും. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന രോഗങ്ങളെ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അകറ്റി നിർത്താൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ എല്ലാ ശീലങ്ങളും എന്ത് ചെയ്യുക? ഒരു ശീലമാക്കി തന്നെ മാറ്റി എന്നും അതെന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ പറഞ്ഞേ, ഇനി നമ്മൾ മാത്രം ഈ ശുചിത്വ ശീലങ്ങൾ പാലിച്ചത് കൊണ്ട് നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കുമോ? ഞാൻ എന്നും ഇതൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് പിന്നെ അസുഖങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ മാത്രം ഈ ശുചിത്വ ശീലങ്ങൾ പാലിച്ചാൽ പോരാ, ആരും പാലിക്കണം. നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരും പാലിക്കണം. അത് മാത്രമല്ല, സാമൂഹിക ശുചിത്വം അഥവാ സോഷ്യൽ ഹൈജീൻ. എന്താണ് സോഷ്യൽ ഹൈജീൻ അഥവാ സാമൂഹിക ശുചിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ശീലങ്ങൾ ഒഴികെ നമ്മൾ ചെയ്യേണ്ട വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. എന്താണ്? അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് വേസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? നമ്മുടെ വീടാകുമ്പോൾ ഒരുപാട് തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവും. പ്ലാസ്റ്റിക് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടാവും, ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും. നിങ്ങൾ ആ വേസ്റ്റൊക്കെ എന്താണ് ചെയ്യാറുള്ളത്? ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് റോഡ് സൈഡിലേക്ക് ഇടാണോ ചെയ്യാറുള്ളത്? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? റോഡ് സൈഡിൽ അത് കടന്ന് അതിൽ ഈച്ചയും എലിയും അതേപോലെ കുറേ ബാക്ടീരിയാസും ഒക്കെ വന്ന് എന്താണ്? അവിടെ നിന്ന് നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലേ? അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള വേസ്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യരുത്? റോഡ് സൈഡിലൊന്നും പോയി ഇടരുത്. റോഡ് സൈഡിൽ ഡസ്റ്റ്ബിന്നുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഒക്കെ ആളുകൾ വന്ന് വേസ്റ്റൊക്കെ എടുത്തിട്ട് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ അത് എന്ത് ചെയ്യുക? കറക്റ്റായ രീതിയിൽ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരിക്കലും ഇതേപോലെ എന്ത് ചെയ്യരുത്? റോഡ് സൈഡിലൊന്നും പോയി നമ്മുടെ വേസ്റ്റ് ഇടാൻ പാടില്ല. അത് മാത്രമല്ല, കുറേ ആളുകൾ ചിലപ്പോൾ പുഴയിലേക്കോ കുളത്തിലേക്കോ ഉള്ള അങ്ങനെയുള്ള വെള്ളമുള്ള വാട്ടർ ബോഡീസിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇതേപോലെയുള്ള വേസ്റ്റൊക്കെ കൊണ്ടിടാറുണ്ട്. നമ്മുടെ ചിക്കൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ വേസ്റ്റ് അതൊക്കെ കൊണ്ടിടാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് എന്താണ്? രോഗങ്ങൾ പടരാനുള്ള സാധ്യത കൂടുതലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ പേഴ്സണലായിട്ടുള്ള ശുചിത്വ ശീലങ്ങൾ കൂടാതെ ഇതുപോലുള്ള ശീലങ്ങളും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ നാട്ടിൽ തന്നെ ഇതുപോലുള്ള ഒരു രോഗങ്ങളും ഉണ്ടാവില്ല എന്നാണ് പറയണത്. അപ്പോൾ എന്ത് ചെയ്യരുത്? ഇതുപോലെ കുളത്തിലും പുഴയിലും ഒന്നും പോയിട്ട് ആരും വേസ്റ്റ് ഇടരുത്. കറക്റ്റ് ഡസ്റ്റ്ബിന്നിൽ മാത്രം വേസ്റ്റ് ഇട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ
വേസ്റ്റ് ഡിസ്പോസൽ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സെൽഫായിട്ടുള്ള ഹൈജീൻ മാത്രമല്ല, നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള ഹൈജീൻ, സാമൂഹിക ശുചിത്വം കൂടെ എന്ത് ചെയ്യുക, എല്ലാവരും ഉറപ്പുവരുത്തേണ്ടതാണ് കേട്ടോ. ഇനി എന്താ പറയുന്നത് നോക്കിക്കേ. ലെറ്റ് us work together for a healthy society by ensuring social hygiene along with the personal hygiene. വ്യക്തി ശുചിത്വത്തോടൊപ്പം സാമൂഹിക ശുചിത്വം കൂടി ഉറപ്പുവരുത്തി ആരോഗ്യമുള്ള ഒരു ജനതയ്ക്കായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. അല്ലെ, നമുക്ക് എല്ലാവർക്കും എപ്പോഴും ആരോഗ്യമായിട്ടിരിക്കണം അല്ലെ, എപ്പോഴും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം വേണം. അപ്പോൾ അതിനിങ്ങനെയുള്ള രോഗങ്ങളൊന്നും നമുക്ക് വരാൻ പാടില്ല. അപ്പോൾ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ കുറേ ശുചിത്വശീലങ്ങളും സാമൂഹിക ശുചിത്വശീലങ്ങളും അതെല്ലാം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ പോരാ, നിങ്ങളുടെ കൂട്ടുകാരോട് പറയുക, നിങ്ങളുടെ വീട്ടിലുള്ള അമ്മയോടും ഏട്ടനോടും ചേച്ചിമാരോടും എല്ലാവരോടും പറയുക. എല്ലാവരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും രോഗങ്ങളൊന്നും ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സുഖമായിട്ട് നമുക്ക് ജീവിക്കാം. ഓക്കെ, സെറ്റല്ലേ? ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ശുചിത്വശീലങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കുറച്ചല്ലേ പറഞ്ഞുള്ളൂ, ഇനി ഒരുപാട് ശീലങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള കുറേ വീഡിയോസ് ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ടാറ്റാ, ബൈ ബൈ.